ഹായ് ഫ്രണ്ട്സ്, പാറൂസ് ലോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേക്കല്ലേ, സൺഡേക്ക് ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു എല്ലുകറിയുടെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള എല്ലുകറി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. എന്ന് നമുക്കൊട്ട് സമയം കൊണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ 2 കിലോ എല്ലാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് കുറച്ച് കഷ്ണവും കൂടെ ഉണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിനോട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഈ രമ്പയില ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഗ്രാമ്പു. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4 മീഡിയം സൈസ് സവാളയാണ്, അതും പിന്നെ ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഉള്ളിയെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ചിയും 2 കുടം വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിലിട്ടത് ചതച്ചതാണ്. ഇനി അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം. ഈ സമയം നമുക്ക് അതിൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 3.5 സ്പൂൺ മല്ലിപ്പൊടിയും 3.5 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും ഇല്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സാണ്. എപ്പോഴും ഞാൻ അങ്ങനെ പൊടിച്ച് വയ്ക്കുന്നതാണ്. അത് ഒന്ന് ചൂടാക്കി എടുക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഈ പൊടികൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ഇത് കരിഞ്ഞു പോവും. ഇപ്പം മുളകോട് മല്ലിപ്പൊടി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി ആ പേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കി പണിയെല്ലാം വരുന്നത് കുക്കറിലാണ്. ഇനി കുക്കറിൻ്റെ പകുതിയോളം നമുക്ക് ഈ എല്ലും കഷ്ണം ആദ്യത്തെ ഒരു ബേച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ചിടണ്ട, ആദ്യം ഒരു പകുതി ആ എല്ല് കഷ്ണം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മതി, ഗരം മസാല കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി ബാക്കിയുള്ള ഇറച്ചിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയി അതിൻ്റെ എല്ലാ ഭാഗത്തും ആയിക്കോളും. പിന്നെ ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്ന രീതിയിൽ കുക്കർ അടിക്കണം. ഇനി അതിൻ്റെ സ്പൈസസ് നോക്കാം. ഒരു 2 സ്പൂൺ പെരുംജീരകം, ഒരു 5 ഗ്രാമ്പു, ഒരു ചെറിയ പട്ട, ഒരു 1.5 സ്പൂൺ കുരുമുളക്, 4 ഏലയ്ക്ക, ജാതിപത്രി, ഇത്രയും സാധനങ്ങളാണ്. ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ മെയിൻ മസാല ഇതാണ്. ഇപ്പോൾ കുക്കറിൽ നിന്ന് വിസിലെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ആ ചീനിച്ചട്ടി, ആ ഉള്ളിയൊക്കെ വഴറ്റിയ ചീനിച്ചട്ടിയില്ലേ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ ആ സമയത്ത് അതിന് തിളച്ച് പറ്റട്ടെ. ആ സമയത്ത് നമുക്കിതിൻ്റെ കടുക് വറുക്കാം. അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുകും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. ഈ ബീഫൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കുമ്പോൾ ഇത് ഒഴിവാക്കരുത്, ഇടണം. തേങ്ങാക്കൊത്ത് വറുത്തിടണം. അത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇറച്ചി നമ്മൾ വെച്ചിട്ടുണ്ട്, വെള്ളം പറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വെള്ളം ഏകദേശം ഒന്ന് പറ്റി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ പൊടിച്ച് വെച്ച മസാലയൊക്കെ ഇട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ മസാല ഇടുമ്പോഴാണ്. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ്. ഈ പൊടിച്ച മസാല ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ലൊരു കളർ വരും, നല്ല ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ആ കടുക് വറുത്ത് ആ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതും നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കറിയെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് വാങ്ങാറാകുമ്പോൾ മാത്രമേ ചേർക്കാവൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിനോട് എപ്പോഴും നല്ല എല്ലുകറിക്ക് എപ്പോഴും കപ്പയാണ് നല്ല കോമ്പിനേഷൻ. കപ്പ എല്ലുകറി നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.